ഹരിയേട്ടാ, 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 സൗദാമിനി, ഹരിയേട്ടനെ കണ്ടോ? കണ്ടല്ലോ. എവിടെ? ഇന്നലെയാ കണ്ടത്. ഇന്നലത്തെ കാര്യമല്ല. രവി എണീറ്റോ? എന്താ വിധി? ചേച്ചി, കാലത്തുണർന്ന് നോക്കിയപ്പോ ഹരിയേട്ടനെ മുറിയിൽ എങ്ങും കാണാനില്ല. കാണാനില്ലേ? എവിടെ പോയി? എനിക്ക് ഒരു പിടിയില്ല. ഡോക്ടർ ഉണർന്നെങ്കിൽ ഒന്ന് പോയി നോക്കാൻ പറ ചേച്ചി. രവി, എടാ രവി. എന്താ മുത്തശ്ശി? ഹരികൃഷ്ണനെ രാവിലെ മുതൽ കാണുന്നില്ലെന്ന്. അതെവിടാ പുള്ളിക്കാരൻ പറയാതെ പോയത്? മോളെ റീനെ, എന്താ മോളെ? അപ്പച്ചനെ എണീപ്പിച്ചേ. ഹരിയങ്ങൾ എങ്ങോട്ടാ പുറപ്പെട്ടു പോയെന്നോ? മോളെ കാലത്താണ് പോയത്. പോകുന്ന ഞാൻ കണ്ടില്ല മുത്തശ്ശി. കൂടെ കിടന്നുറങ്ങിയ ഭർത്താവ് പോയിട്ട് അറിഞ്ഞില്ലെന്നോ? എന്തൊരു ഉറക്ക നീ ഉറങ്ങിയത്? നീ പോയിട്ടേ കട്ടിലിന്റെ അടിയിലോ വാതിന്റെ മൂലയിലോ ഉണ്ടോന്ന് ചെന്ന് നോക്ക്. ഹരിയെന്തിനാ കട്ടിലിന്റെ അടി കയറി വിളിക്കുന്നത്? നീ മിണ്ടാതിരി. കുന്തം പോയ കുടത്തിന് നപ്പണെന്ന പ്രമാണം. മുത്തശ്ശി മിണ്ടായിരിക്കും. പോയത് കുന്തമല്ല, ഒരു മനുഷ്യനാ. പറയാതെ പോകുന്നവൻ കുന്തത്തിന് തുല്യ. രവി, ഒന്ന് എവിടെങ്കിലും പോയി നോക്കൂ. ഇതിങ്ങനെ ഒരിക്കലും ഇല്ലാത്തതാ. എനിക്ക് ആകെ പേടിയാവുന്നു. ഒന്ന് പോയി നോക്കിട്ട് വരാം. ആ, നോക്കി നിൽക്കാതെ പോയി അന്വേഷിക്കടാ. എന്താ സംഭവം? ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ വല്ല അടിപിടിയോ വഴക്കോ ഉണ്ടായോ? ഹരിയെ, നിങ്ങളപ്പോൾ അടിപിടി കൂടുന്ന ടൈപ്പൊന്നും അല്ല. ബാങ്കിന്റെ വല്ല അടിയന്തര ആവശ്യത്തിന് പോയതായിരിക്കും. ബാങ്കിന്റെ കാര്യമാണെങ്കിൽ പറഞ്ഞിട്ട് പോകൂടെ? നമുക്കൊരു കാര്യം ചെയ്യാം. വിവരം ഉടനെ പോലീസിൽ അറിയിക്കാം. വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. എന്തോന്ന് സംഭവിക്കാൻ? പല ഡോക്ടറെ, കാലത്ത് തന്നെ വിവരക്കേട് സംസാരിക്കല്ലേ. ആരോടും പറയാതെ പിന്നെ എവിടെ പോയതാണ് ഇയാള്? ഇനി രാത്രിയിലാ പോയതെങ്കിൽ പേടിക്കാനില്ല. കാണേണ്ടവരോ കണ്ടതിന് ശേഷം ഉറങ്ങിപ്പോയതാവും. ആളിപ്പോഴും എത്തും. മോനെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ ഒന്ന് പോയി അന്വേഷിക്കാം. രവി പ്ലീസ്, ഒന്ന് പോയി നോക്കൂ. ഞാൻ ഉടനെ പോവാം. ഞാൻ വരണോ? വേണ്ടേ. മോള് വിഷമിക്കാതെ. അയാളങ്ങനെ മറ്റുള്ള ആളൊന്നും അല്ല ഓടിയോട് പോവാൻ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. ഞാൻ ഒന്ന് പോയി അന്വേഷിക്കട്ടെ. ഇനി ഡോക്ടറുടെ ശല്യം പേടിച്ച ഹരി ഇവിടെ നിന്ന് ഓടി പോയതാണെന്നാണ് എന്റെ പേടി. ആള് വരുന്നു. എന്താ ഹരിയേട്ടാ ഇത്? താനിത് എവിടെ പോയി കിടക്കായിരുന്നു? ടെൻഷൻ അടിപ്പിച്ചു കളഞ്ഞല്ലോ. എല്ലാരും എന്താ ഇവിടെ? ഹരിയേട്ടനെ കാണാൻ ഞാൻ അന്വേഷിക്കാൻ പുറപ്പെട്ടതാ. അയ്യോ, ഞാൻ ഓടാൻ പോയതാ. ഓടാൻ പോയതോ? ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കലാപരിപാടിയാണുള്ളത്. അതെ, ഇന്നെനിക്ക് ഓടണമെന്ന് തോന്നി, ഞാൻ ഓടി. എന്നാ പിന്നെ ഒന്ന് പറഞ്ഞിട്ട് ഓടിക്കൂടെ? എന്ത്? എല്ലാ വീട്ടിലും വന്ന് ഞാനിതാ ഓടാൻ പോകുന്നേന്ന് പറയാനോ? അതല്ല, തന്റെ ഭാര്യയോടൊന്ന് പറഞ്ഞിട്ട് ഓടിക്കൂടെ ചോദിച്ചത്. അത് ന്യായം. നാളെ മുതൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടോടാം കേട്ടോ. ഇനി എല്ലാരും പിരിഞ്ഞു പോ. ദേ, സ്വയം പിരിഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് വെടിവെക്കും. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. എന്നാൽ ഇത് വല്ലാത്തൊരു പേടിപ്പിക്കലായിപ്പോയി. ഇത്രയും കുഴിമടിയനായ ഒരു മനുഷ്യൻ ഓടാൻ പോയതാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നേര് പറ ഹരിയേട്ടാ, എവിടെ പോയതാ? നമ്മുടെ ആ പഴയ ഫസ്റ്റ് നൈറ്റിന്റെ ഓർമ്മകളുമായി ഇന്ന് നീ ഉണരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. കിടക്കയിലും നിന്റെ ദേഹത്തുമൊക്കെ ഈ മുല്ലപ്പൂക്കൾ ഇങ്ങനെ വിതറി അതിന്റെ സുഗന്ധം മുറിയിലാകെ പരന്ന്. പക്ഷെ ഞാനിങ്ങെത്തും മുമ്പ് നീ ഉണർന്നു. നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ വിളിച്ചു വരുത്തി. ഈ ഒരു ദിവസത്തിന്റെ ഒരു സ്നിഗ്ധത നീ ഇല്ലാതാക്കി. ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? അതാണ് ഞാനും നീ തമ്മിലുള്ള വ്യത്യാസം. വ്യത്യാസം ഉണ്ടല്ലോ. ഹരിയേട്ടനാണും ഞാൻ പെണ്ണും അല്ലേ? ആണല്ലോ. എന്നാൽ ഫലത്തിൽ നീ ഇപ്പൊ ആണും ഞാനിപ്പോ പെണ്ണുമാണ്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുന്നത് പെണ്ണുങ്ങളാ. ഒന്ന് തെളിച്ചു പറ ഹരിയേട്ടാ. എന്റെ വിജി, ഇന്നേ നമ്മുടെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ. മനസ്സിലായോ? എന്റെ ഈശ്വരാ, നേരാണല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർത്തതാ. സമയമായപ്പോ മറന്നു. സോറി ഹരിയേട്ടാ. സോറി എന്തിന്? ഒരു കണക്കിന് നീ അത് മറന്നത് നന്നായി. നിനക്കിങ്ങനെ ഒരു സർപ്രൈസ് തരാൻ എനിക്ക് പറ്റിയല്ലോ. തീർന്നില്ല. വരൂ വരൂ വരൂ. ഇന്നലെ രാത്രി നീ കാണാതെ ചില സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ? ഇതാ നോക്ക്. ഹായ്, എങ്ങനെയുണ്ട്? കലക്കിയിട്ടുണ്ട്. എന്റെ വിജി, നിന്റെ ഒപ്പമുള്ള ഓരോ പൊട്ടും പൊടിയും എന്റെ ലൈഫിലെ സ്വീറ്റ് മെമ്മറീസ് ആണ്. എനിക്കങ്ങനെ അല്ലെന്നാണോ? നീ ചെന്ന് കുളിച്ച് ഇതെല്ലാം ഉടുത്ത് പൂമാലയൊക്കെ ചൂടി ഒന്നിങ്ങോട്ട് വന്നേ, ഞാനൊന്ന് കാണട്ടെ. ആദ്യം ഞാൻ ചായ ഉണ്ടാക്കാം. ആദ്യം ഞാൻ പറയുന്നത് ചെയ്യ്. ഇന്നത്തെ ചായയുടെയും ബ്രേക്ക്ഫാസ്റ്റിന്റെയും കാര്യമൊക്കെ ഞാൻ ഏറ്റു. അയ്യോ, നല്ലൊരു ദിവസമായിട്ട് കൊളമാക്കല്ലേ ഹരിയേട്ടാ. നോ, എനിക്കൊന്നൊരു ഹെൻപെക്ഡ് ഹസ്ബൻഡ് ആവണം. ഭാര്യയെ അനുസരിച്ച്, ഭാര്യയെ ബഹുമാനിച്ച്, ഭാര്യയുടെ അടിമയായ ഒരു ഭർത്താവ്. വൃശ്ചിക രാത്രി തൻ അരമന മുറ്റത്തോരു
നോക്കി എങ്ങനെ കൊള്ളാമോ? വലിയ ഭംഗിയൊന്നുമില്ലാത്ത തുണിയായിരുന്നു. നീ അത് ഉടുത്തപ്പോ അതിന്റെ മാറ്റ് പോലും കൂടി. ചുമ്മാ കളിയാക്കല്ലേ ഹരിയേട്ടാ. നേരാണ് കുട്ടി, കളിയാക്കാനാണേലും വേറെ എന്തെല്ലാം പറയാം. ഏത് വേഷത്തിലായാലും എപ്പോഴായാലും നീ എന്റെ സുന്ദരി കുട്ടിയല്ലേ. നേര് പറയാലോ, നമ്മുടെ ഈ 5 വർഷം എനിക്ക് 5 നിമിഷം പോലെ തോന്നിയിട്ടുള്ളൂ. ഞാൻ ആലോചിക്കുക, കല്യാണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പേടിയായിരുന്നു. 2 ചുറ്റുപാടുകളിൽ നിന്ന് വന്നവർ, 2 തരം ഇഷ്ടാനിഷ്ടങ്ങളും 2 തരം സ്വഭാവമൊക്കെ ആവുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ നീ എന്റെ ദൗർബല്യങ്ങൾ സഹിച്ചു. സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി. എന്താ വല്ലാതെ? ഹരിയേട്ടന്റെ ഈ സ്നേഹത്തിന് പകരം തരാൻ അതിന് ദൈവം എന്നോട് കരുണ കാണിക്കുന്നില്ലല്ലോ. ശേ, അതൊക്കെ സമയമാകുമ്പോ നടക്കും. നിനക്കറിയോ, എന്റെ ജാതകത്തില് എനിക്ക് കുട്ടികൾ 3. നീ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ച് ചെല്ലു. ഞാൻ ഇറങ്ങുന്നു. താൻ മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞല്ലോ. ഇയാൾക്ക് സൂക്ഷിച്ച് സൈക്കിൾ ഓടിച്ചൂടെ? ഇവിടെ ഒരു കല്ല് പൊങ്ങി നിപ്പുണ്ട് സാറേ. ഇതിപ്പോ ഇവിടെ വെച്ച് 3ാമത്തെ തവണയാ ടയർ പഞ്ചറാവുന്നത്. എന്നാ പിന്നെ വേറെ ഏതെങ്കിലും വഴി കൂടെ സൈക്കിൾ ഓടിക്കേ. ഓ ഡ്രൈവർ റെഡി ആയില്ലേ? സമയമായി, വണ്ടി എടുക്ക്. എന്താ വിളിച്ചേ? അല്ല, ഒന്നും വിളിച്ചില്ല, സമയമായി എന്ന് പറയായിരുന്നു. ഇതിന് ശിക്ഷയുണ്ട് രവി. ഇന്ന് നീ 5 ലിറ്റർ പെട്രോൾ അടിക്കേണ്ടി വരും. അയ്യടാ, ആ ജംഗ്ഷനിൽ നല്ല 1ാം തരം ടാക്സി കിട്ടും. എന്തിനാ ടാക്സി ആക്കുന്നത്? പണം പെട്ടിയിൽ അടുക്കി വെക്കാതെ ഒരു കാർ വാങ്ങിച്ചൂടെ? ആ, സ്ത്രീധനമായിട്ടൊരു കാറ് കിട്ടുമെന്ന് നോക്കട്ടെ. ആദ്യം ഒരു പെണ്ണിനെ കിട്ടുമോ നോക്ക്. ഇവന്റെ ഈ ചക്ക പല്ലുണ്ടല്ലോ, ഒരു പെണ്ണിനെ പിടിക്കുന്നില്ല. തനിക്കൊരു പെണ്ണിനെ കിട്ടുമെങ്കിൽ ഈ ലോകത്ത് ആർക്കും പെണ്ണ് കിട്ടും. വിജി എന്ത് കണ്ടിട്ട് ഇയാളുടെ കൂടെ ഇറങ്ങി തിരിച്ചത്? ഒരബദ്ധം ആർക്കും പറ്റും രവി. വിജയ്, വണ്ടി എടുക്കണം മിസ്റ്റർ. വൈകുന്നേരം വരട്ടെ, ഞാൻ കാണിച്ചുതരാം. ബൈ. വൈകിട്ട് കാണാം. ഓക്കെ, സീ യു. ഈ ലെറ്ററിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചില്ല. അവരുടെ മറുപടി ഒന്നുമില്ല. നമുക്ക് റിമൈൻഡർ കൂടി അയച്ചാലോ? ആ. സാറിന് ക്യാബിനിലൊരു ഫോൺ. ഹലോ, ഹരികൃഷ്ണൻ ഹിയർ. വിജയ്. ഒന്നുമില്ല, എന്തോ ഒരു സുഖമില്ലാത്ത പോലെ. അല്ല, അങ്ങനെയുള്ള അസുഖമല്ല, ഒരു മനം വരട്ടലും ആകെ ഒരു വയ്യായിക. മനം വരട്ടല്ലോ? ഛർദിക്കാൻ തോന്നുന്നുണ്ടോ? കുറേശ്ശോ? എന്നാൽ അത് തന്നെയാ, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞില്ലേ വിജയ്, എല്ലാം കൊണ്ടും ഇന്നൊരു നല്ല ദിവസമാണെന്ന്. ഒരു കാര്യം, ഇനി നീ അവിടുന്ന് ഒരു ഇഞ്ച് അനങ്ങാൻ പാടില്ല. ഫോൺ വെക്കുക, ഫോണിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കസേരയില്ലേ, അതിലിരുന്നോളൂ വിജയ്. അതിന് മാത്രം ഇപ്പൊ എന്താ? പറഞ്ഞാൽ അനുസരിക്കണം. ഈ ഘട്ടത്തിൽ ശരീരം തീരെ ഇളകാൻ പാടില്ല. ഫുഡൊക്കെ ഞാൻ പാർസൽ കൊണ്ടുവരാം. ഞാൻ ഉച്ചക്ക് ലീവ് എടുത്ത് വന്നിട്ട് നമുക്ക് ഡോക്ടറെ അടുത്ത് പോണം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ വരുമ്പോ നിന്നെ ആ കസേര കണ്ടില്ലെങ്കിലുണ്ടല്ലോ. ശരി ശരി. ദൈവം അനുഗ്രഹിച്ചാൽ മിക്കവാറും നാളെ ഞാൻ സാറിന് ഒരു ഗുഡ് ന്യൂസ് കേൾപ്പിക്കും. അതിന് ഉച്ചക്ക് എനിക്ക് ലീവ് തരണം. എന്ത് ഗുഡ് ന്യൂസ്? അതൊരു സർപ്രൈസ് ആയിരിക്കട്ടെ. എന്നാലും സാറിന് ഞാനൊരു ക്ലൂ തരാം. ഒരു മനം വരട്ടലും ചെറിയൊരു ഛർദിയും. ഉത്തരം സാർ ആലോചിച്ച് കണ്ടുപിടിക്കും. രവി, ഹരികൃഷ്ണ, എടോ സംഗതി ഒത്തുന്നാ തോന്നുന്നത്. എന്ത് സംഗതി? വിജിക്ക് ചില വിശേഷങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. ആണോ? ഉവ്വ്, അവളിപ്പോ ഫോൺ ചെയ്തിരുന്നു. വൈകുന്നേരം എവിടെയും പോയി കളയരുത്. വിജയം കൊണ്ട് MBBS ഡോക്ടറുടെ അടുത്ത് നിന്ന് തിരിച്ചു വന്നിട്ട് നമ്മൾ പല്ല് ഡോക്ടറുടെ ടെറസിൽ കൂടുന്നു. നമുക്കൊന്ന് ആഘോഷിക്കണം. ഓക്കെ? ഓക്കെ. കുറെ പാടുപെട്ടിട്ടാണെങ്കിലും ഒടുവിൽ നീ വഞ്ചി തിരുനക്കരെന്ന് നീക്കി. ആടലോടകം, ചിറ്റമർത്ത്, നന്നാരി വേര്, കൂവളത്തിന്റെ അങ്ങനെ 11 കൂട്ടം പച്ചമരുന്ന് അരിഞ്ഞ് തിളപ്പിച്ച് കുറുക്കി രാവിലെയും വൈകുന്നേരം 2 ഔൺസ് സേവിച്ചാൽ അത്യുത്തമം. എന്തിനും നല്ല ടോണിക് വാങ്ങി കഴിക്കുന്നതാ നല്ലത്. ടോണിക്ക് മുന്തൊന്നും വേണ്ട. പ്രസവ കാര്യങ്ങളിലെ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ രീതിയെ ശരിയല്ല. എന്നിട്ട് ക്രിസ്ത്യാനികൾ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നില്ലേ? ഓ, അതൊക്കെ ദൈവകൃപ. മോള് ഞാൻ പറയുന്നത് കേട്ടാ മതി. കഷായി മുത്തശ്ശി ഉണ്ടാക്കിത്താൽ. ആദ്യത്തേതായതുകൊണ്ട് ദേഹളകാതെ സൂക്ഷിക്കണേ. ദേഹളകാരന്റെ പാടത്തും പറമ്പിൽ പണിയാൻ പോവാ. എന്ത് പറഞ്ഞാലും ഒരു ഉടക്ക്.
ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ? അത് ഇല്ല മുത്തശ്ശി, വിശേഷമൊന്നുമില്ല. അസുഖം തോന്നിയത് വേറെന്തോ കാരണം കൊണ്ടാണ്. ചേച്ചി അപ്പോഴത്തേക്ക് മോളെ മുഖം അങ്ങ് വാടിയല്ലോ. സാരില്ലേ മോളെ, വയസ്സായിട്ടൊന്നുമില്ലല്ലോ. ദൈവം ഇതിനൊക്കെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. വലിയ സന്തോഷത്തിലായിരുന്നു. മോൻ ചെന്നൊന്ന് സമാധാനിപ്പിക്കും. ഞാൻ രവിയ. എന്തുണ്ടോ മൂഡ് ശരിയായോ? പെട്ടെന്ന് സന്തോഷിക്കുക, പെട്ടെന്ന് അപ്സെറ്റ് ആവുക, അതൊക്കെ അമച്ചുറിഷാണ്. ഇന്ന് രാവിലെ കാറിൽ വരുമ്പോ താൻ ഒരുമാതിരി കുരങ്ങിയത്ത കുറവനെ പോലെ ഇരുന്നു. ഞാൻ വിളിച്ചതേ, ഇന്നൊരു ബ്രോക്കർ വന്നിരുന്നു. നല്ല ഒന്നാന്തരം കുട്ടിയത്രേ. സൗന്ദര്യം, വിദ്യാഭ്യാസം, ലോ കോളേജ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാൻ നോക്ക്. ഞാനോ? ഞാൻ ഇന്നലെ ലീവ് എടുത്തു, ഇന്നിനി പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ലഞ്ച് ടൈമിന് ഞാൻ കാർ അവിടെ കൊണ്ടുവന്ന് തരാം. അതിൽ പോയിക്കോ, ഒരു ഗമയിരിക്കട്ടെ. കാറിന് നിന്റേതാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൂടെ വരാൻ തൽക്കാലം ആ ചൊറിയും കുത്തിരിക്കുന്ന ഗീവർഗീസിനെ കൂട്ടിക്കോ, അതാ നല്ലത്. പുരുഷു, ഹരി, നീ എന്താടാ ഇവിടെ? ഞാനിവിടെ കോടതിയിലെ ഒരു പ്രതിയുമായിട്ട് വന്നതാ. പ്രതി ഞാനാ, ചെങ്കോട്ട തങ്കപ്പൻ. നിന്റെ പേര് ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? നല്ല ആളാ. എന്റെ ഇളയമ്മയുടെ കുഞ്ഞിന്റെ കാതുകുത്തിന് ഞാൻ കത്തയച്ചിട്ട് നീ വന്നില്ല. റാസ്കൽ. കറക്റ്റ്. പ്രതികളുടെ മുമ്പിൽ വെച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ട. എന്നാലും നീ കാതുകുത്തിന് വരാഞ്ഞെന്താ? ആ കുത്തിനേക്കാൾ വലിയ കുത്തും കൊലയും നടത്തിയ ഒരു യമകണ്ഠൻ പ്രതി പൂജപ്പുര ജയിലിൽ നിന്ന് മതില് ചാടി തന്നായിരുന്നു. നീ വായിച്ചു കാണും, പി കെ പാപ്പുക്കുട്ടി. ഞാൻ വായിച്ചില്ല. അതെന്ത്, നീ ഇപ്പൊ പത്രങ്ങളൊന്നും വായിക്കാറില്ലേ? ഒന്നിനും ടൈമില്ല. ഓ, ആ മറ്റേ സംഭവം എങ്ങനെ ആയോ? അതൊക്കെ പിന്നെ പറയാം. നീ ഇതുവരെ എന്റെ ഭാര്യയെ കണ്ടിട്ടില്ലല്ലോ. വീട്ടുകാർ ഒരു ചായ കുടിച്ചിട്ട് പോവാം. അതെ, ഞാനും വരാം. രാജേട്ടാ, ഇതെന്റെ ക്ലോസ് ഫ്രണ്ടാണ്. 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ. അതെന്താ, നിങ്ങൾ ഓരോ ക്ലാസ് കഴിക്കുമ്പോഴും ബെഞ്ചും കൂടെ കൊണ്ടുപോകാറുണ്ടോ? എന്നാ പോവല്ലേ? വീട്ടിലോട്ടൊന്നും വരാൻ സമയമില്ല. നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് അല്പനേരം സംസാരിച്ചിരിക്കാം. രാജേട്ടാ, ഇവരെ നോക്കിക്കോ. പാം. ഞാൻ ഇനി അധിക നാൾ കാക്കിയിട്ട് നടക്കില്ല. അതെന്താ, പോലീസിൽ നിന്ന് നിന്നെ പിരിച്ചുവിടാൻ പോവാ? അതല്ല, ഈ കേരള പോലീസ് വേഷം എനിക്ക് മടുത്തു. CBI-കാരനെ നോട്ടോട്ടിരിക്കുക. അതേന്ന് പാലും തുമ്പും ഇല്ലാതെ കിടക്കുന്ന പല കേസുകളും തെളിയിക്കാൻ അവർക്ക് എന്റെ സേവനം ആവശ്യമാണത്ര. അത് ശരി. ഈ തങ്കപ്പം പോക്കറ്റ് അടിക്കാരനായിരിക്കും അല്ലേ? പോക്കറ്റ് അടിയോ? തുക്കട പോക്കറ്റ് അടിക്കാരെ പിടിക്കാറൊന്നും ഞാൻ പോവില്ല. അത് വെറും തങ്കപ്പനും അല്ല. തോമസ്, ബൈജു, സെൽവമണി, തങ്കരാജ് തുടങ്ങിയ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ ഭീകരമായി കവർച്ച നടത്തുന്ന വേൾഡ് ക്രിമിനലാണ്. നമ്മുടെ എഴുമന്നൂർ അമ്പലമില്ലേ, അവിടുത്തെ വിഗ്രഹം മോഷ്ടിച്ചവനല്ലേ? അതൊരു മാത്യു എന്നാണല്ലോ പത്രത്തിൽ വന്നിരുന്നത്. മാത്യു തങ്കപ്പൻ എന്നാണ് ഇവന്റെ ഫുൾ നെയിം. അന്നാണ് ഇവൻ ആദ്യമായി പോലീസ് കെണിയിൽ വീഴുന്നത്. ആ ഓപ്പറേഷനും എന്റെ ബുദ്ധിയിൽ നിന്നായിരുന്നു. പിടിച്ച പോലീസുകാരുടെ ഫോട്ടോ വന്നപ്പോ നിന്നെ അതിൽ കണ്ടില്ലല്ലോ. ഇത്തരം ചീപ്പ് പബ്ലിസിറ്റിയിലൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ 10 കിലോ ഹാഷിഷുമായി കേരളത്തിൽ മുങ്ങിയ കിഴക്കാരൻ കിം ലൂച്ചയെ കീഴടക്കാൻ വേണ്ടി ഞാൻ നടത്തിയ പരാക്രമ കഥ അടുത്ത് തന്നെ സിനിമയാവാൻ പോവാണ്. എന്റെ മറ്റേ കഥ അറിയാലോ? ഏത് കഥ? ഭർത്താവിനെ തല്ലിക്കൊന്ന അടുക്കളയിൽ കുഴിച്ചു മൂടി കാമുകനോടൊപ്പം ഒളിച്ചോടിയ നീലേശ്വരം ഓമന കേസ്. അതിനും തുമ്പുണ്ടാക്കിയത് ഞാനാ. അതെന്റെ മനഃശാസ്ത്രപരമായ ഒരു സമീപനമായിരുന്നു. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിൽ ഞാനൊരു എക്സ്പെർട്ട് ആയിരിക്കാം. ഈ മനഃശാസ്ത്രമൊക്കെ നീ എവിടുന്ന് പഠിച്ചു? അത് പൊറോട്ട കഴിച്ചിട്ട് പറയാം. ഓടിക്കളഞ്ഞു. നമുക്ക് പിന്നെ കാണാം. ഭഗവാനെ വിലങ്ങും കൊണ്ടാ പോയിരിക്കണം. അതിനി ഞാൻ സമാധാനം പറയണം. ഇത് 16ാമത്തെ തവണയാണ്. ഇനി നിന്റെ കൂടെ ഞാൻ പെണ്ണ് കാണാൻ വരുന്ന പ്രശ്നമില്ല. ഇതെങ്കിലും തുറപ്പിക്കണം. അതിപ്പോ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടാതെ എങ്ങനെ? ആദ്യം പെണ്ണിന് നിന്നെ ഇഷ്ടപ്പെടുന്നു. എനിക്കെന്താ കുഴപ്പം? എന്റെ ഈ പലകപ്പൽ തന്നെ അത് കാണിച്ച് അധികം ഇടിക്കണ്ട. എന്താ പറഞ്ഞേ? അല്ല, ഞാൻ എന്റെ പല്ലുവേദനയുടെ കാര്യം പറയായിരുന്നു. ഭയങ്കര പല്ലുവേദന. അതെന്തിഷ്ടാ? അതെ. മോളെ, രവികുമാറിന്റെ അച്ഛനും അമ്മയൊക്കെ എന്നത്തേക്ക് എത്തും? അവര് 15ാം തീയതി എത്തും അല്ലേ? അതെ. എന്നാ കത്തിൽ? അവർക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടേ ആയിക്കോട്ടെ. നമ്മൾ അതിനുള്ള അവസരം കൊടുത്തില്ല, പരാതി വേണ്ട. ആയിക്കോട്ടെ. അയ്യോ, അത് വേണമെന്നില്ല. ഞങ്ങൾ സൗകര്യം പോലെ പിന്നെ സംസാരിച്ചോളാം. അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥിന്റെ ജൂനിയർ അല്ലേ? ഞാനവിടെ വരാറുണ്ട്. മണ്ണുത്തി ലോ കോളേജിലാണ് പഠിച്ചതല്ലേ?
അല്ല, മണ്ണുത്തിയിലത് വെറ്റിനറി കോളേജാ. ഞാൻ പഠിച്ചത് എറണാകുളം ലോ കോളേജിലാ. മണ്ണുത്തി എറണാകുളമൊക്കെ അടുത്തടുത്ത് തന്നെ. സൗകര്യം പോലെ പിന്നെ സംസാരിച്ചാൽ മതി, അതന്നെ നല്ലത്. നിനക്കിഷ്ടപ്പെട്ടല്ലോ അത് മതി. എന്നാലും വേണ്ട വേണ്ട, എനിക്ക് കാണുകയേ വേണ്ട. കണ്ടാ ഞാൻ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. ഇതും മുടങ്ങും. മുത്തശ്ശി പറയുന്നത് ശരിയാണ് രവി. ഞാൻ നമ്മുടെ ഡോക്ടറോടും ചോദിച്ചു, അയാൾക്കും കുട്ടിയെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. അതല്ല, ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഉപേക്ഷിച്ച് നമുക്ക് വേറെ കെട്ടാം. ഒരു കല്യാണ വീട്ടിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല ഇവിടെ. നല്ലൊരു ഡബിൾ കോട്ട് പോലും ഇല്ല. അയ്യോ, നല്ലൊരു ഡബിൾ കട്ടിൽ വളരെ വളരെ അത്യാവശ്യം. ഓടിയകത്ത് വല്ലവരും വല്ലതും പറഞ്ഞാൽ ഉടനെ കക്ക ചിരിക്കാൻ തുടങ്ങി. ഈ കൊടൈക്കനല്ല എങ്ങനെ ഇപ്പൊ തണുപ്പാണ്. എന്തിനാ? അല്ല, തണുപ്പാണെങ്കിൽ ഹണിമൂൺ അവിടെ ആക്കിയാലോ എന്നൊരു ആലോചന. ഇത്തിരി തണുപ്പിന് വേണ്ടി അവിടം വരെ വണ്ടി ഓടിക്കണം. ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ ഒരു AC റൂം എടുത്താൽ പോരെ? അതല്ലടോ, അവിടം വരെയുള്ള ആ ഒരു യാത്രയും ബഹളവും അങ്ങനെ മൊത്തം ഒരു ത്രില്ലുണ്ടാവും. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നീ മൊത്തത്തിലൊന്ന് ഇളകിയിട്ടുണ്ട് കേട്ടോ. പെണ്ണിന്റെ അച്ഛന് പരമസുഖം. മണ്ഡപം ബുക്ക് ചെയ്യുന്നത് ചെറുക്കൻ, സദ്യക്കാരെ ഏർപ്പാടാക്കുന്നത് ചെറുക്കൻ. അവസാനം നീ സ്ത്രീധനവും വേണ്ടെന്ന് വെച്ച് കളയോ? അത് വിട്, അവര് മാരുതി വാൻ ഒരെണ്ണം എന്റെ പേരിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ മാരുതി വാന് എന്ത് മൈലേജ്? അത് വാൻ കൈ കിട്ടുമ്പോ ഓടിച്ചു നോക്കിയാൽ മനസ്സിലാവും. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, നിർത്ത്. അതാണ് കക്ഷി. ഏത് കക്ഷി? ഇന്ദു, എന്റെ വുഡ് ബി. ഞാൻ ഒന്ന് മീറ്റ് ചെയ്തിട്ട് വരാം. ഇന്ദു, ഇന്ദു. എന്താ ഇവിടെ? 1-2 ലെറ്റേഴ്സ് അയക്കാനുണ്ടായിരുന്നു. എനിക്കാണോ? ഞങ്ങളുടെ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യാൻ പോവാ. ഇന്ദുന്റെ അച്ഛൻ പറഞ്ഞിരുന്നേ. ഇവിടെ കാറിൽ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇരിപ്പുണ്ട്. മൂപ്പര് ഒന്ന് മീറ്റ് ചെയ്യാം. വരും. ഹരി, അയ്യോ ഇവൻ എവിടെ പോയി? മറ്റേ സാറെന്തേ? മൂത്രമൊഴിക്കാനാണെന്ന് തോന്നുന്നു, ഇറങ്ങി ഓടുന്നുണ്ട്. അതൊന്നും ആവില്ല. ഇന്ദുന് തിരക്കുണ്ടെങ്കിൽ നടന്നോളൂ, നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. ഓക്കെ. നീ ഇതെവിടെ പോയിരുന്നു? ഈ ഫോൺ ബിൽ അടച്ചില്ല എന്നുള്ള കാര്യം പെട്ടെന്ന് ഓർത്തത്. കേറാം. ഞാൻ ചെന്നു. ഇതെന്താ ഇടാത്തത്? ആഹാ, വേഷം മാറിയില്ല, കുളിച്ചില്ല. ഇത്ര നേരം ഇവിടെ എന്തെടുക്കായിരുന്നു? എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. എന്തുണ്ടായി ഹരിത? വന്നു കയറിയപ്പോഴേ മൂഡ് ഓഫ് ആണല്ലോ. പ്ലീസ് കുറച്ച് സ്വയം താ. ഉടമാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പേരുകേട്ട ഒരു തറവാടുണ്ടത്രേ. വലിയ ജമ്മിമാരാ, ഏകപ്പെട്ട സ്വത്തുക്കൾ, ഏക മകൾ. കുട്ടി MBBS പഠിക്കുകയാണ്. ഇനി ഇപ്പൊ നമ്മൾ എന്തിനാ അതിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നത്? വക്കീലിനേക്കാളും നല്ലത് ഒരു ഡോക്ടർ ആവുന്നതല്ലേ? ആയിക്കോട്ടെ, പക്ഷെ ഈ കുടമാളൂർ പെണ്ണിനെ പറ്റി ഹരി നേരത്തെ പറഞ്ഞില്ലല്ലോ. ഇന്നലെയാ ഞാൻ ഈ കുട്ടിയെ പറ്റി അറിഞ്ഞത്. ഹിന്ദിയിലെ ശ്രീദേവി ഇല്ലേ, അതേ കട്ടാണത്ര ഈ കുട്ടി. എനിക്ക് ശ്രീദേവി ഹേമമാലിനി ഒന്നും വേണ്ട. ഞാൻ അമിതാഭ് ബച്ചനൊന്നും അല്ലല്ലോ. മാത്രമല്ല, എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വാക്കുമാറാൻ നോക്കൂ. രവി, നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. മെച്ചപ്പെട്ട ഒരു അലയൻസിന് വേണ്ടിയാണെങ്കിൽ വാക്കൊക്കെ നമുക്ക് മാറ്റാം. ഇപ്പൊ തന്നെ നമ്മുടെ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റേ. ഇന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട പിന്നെ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എനിക്ക് കുറച്ചു കാലം കൂടി ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാനിവിടെ ഇറങ്ങാം. രവി, ഞാൻ എന്റെ പൊന്നു സാറേ, ഞാനില്ല. ഓട്ടോ വേഗം വിട്ടോ.